ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനോടാണെങ്കിൽ അനന്തു പറയുന്നുണ്ട്, എന്തായാലും ഇവിടം വരെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഇതാക്കണം. കാരണമെന്ന് വെച്ചാൽ മോഹിനി അമ്മയ്ക്ക് അത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. കാരണം മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ താലോലിക്കാനും അതിനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഇത്രയും കാലം നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും കണ്ണാ നിനക്കിപ്പോൾ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അതിരാത്രി ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതെന്തായാലും വേണ്ടടാ, കാരണം എന്നെ അവരൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സന്തോഷിക്കുകയായിരിക്കും. ആ സന്തോഷം പൊട്ടിക്കാനുള്ള അവസരം ഇന്ന് രാത്രി തന്നെ ആയിക്കോട്ടെ. വെറുതെ എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് പോവേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട് അനന്തു, അത് നീ മനസ്സിലാക്കണം. എന്തായാലും ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് ഒരു ദിവസം വരുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, അവിടെ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം മേഘനാഥനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അവനെയൊക്കെ അവിടെ നിന്ന് വലിച്ചിറക്കിയിട്ട് വേണം എനിക്ക് ആ വീട്ടിലോട്ടൊന്ന് കയറാൻ. അപ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് പോകുന്നത്? വീൽ ചെയറിലാണോ അതോ നടന്നു തന്നെയാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ആ സസ്പെൻസ് പൊട്ടിക്കാൻ സമയമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ വീൽ ചെയറിൽ തന്നെ പോവാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഇപ്പം ഞാൻ മരിച്ചിട്ടില്ല, ആ വിവരം മാത്രം അവർ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും ഈ പറയണ്ട എന്നുള്ള രീതിയിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് ഒരു ദിവസം മഹിയും കൊണ്ട് വരണം. നിങ്ങൾ യാത്ര പോകുന്നതിന് മുന്നേ ഒരു ദിവസം ഇവിടെ എന്തായാലും കൂടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയാണെങ്കിൽ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വരും അനന്തേട്ട, അതിലൊന്നും ഒരു സംശയവും വേണ്ട, എന്തായാലും വരും. നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ട്രിപ്പൊക്കെ പോകാം, അടിച്ചു പൊളിക്കാം. എന്തായാലും മഞ്ജുവും സാഗറും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട നമ്മൾ പോകുന്നത് അവർക്കൊക്കെ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും കണ്ണേട്ടന് ആദ്യം തന്നെ കയറേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ആവാം ആദ്യം തന്നെ കയറുന്നത്. എന്തായാലും എന്നെ കണ്ട് അവരൊന്ന് അമ്പരക്കട്ടെ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. രേഖയാണെങ്കിൽ നമ്മുടെ അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായാലും അവർ പോകുമ്പോൾ നമുക്ക് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ പേടി. അവർക്കാണെങ്കിൽ യാതൊരു പേടിയുമില്ല, ഒരു ഭയവും ഇല്ല. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഒരുപാട് അനുഭവിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും ജീവിതം ഒക്കെ അവർക്കിപ്പോൾ തിരിച്ച് കിട്ടിയില്ലേ. എന്തായാലും ഇപ്പോൾ കണ്ണിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ എഴുന്നേറ്റ് നടപ്പിക്കണം എന്നായിരുന്നു എനിക്ക്. ഇപ്പോൾ എന്തായാലും അവൻ എഴുന്നേറ്റ് നടന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ അനന്ത് രേഖയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കമലേശ്വരം വീട്ടിലാണെങ്കിൽ കണ്ണനാണെങ്കിൽ കാർ ഓടിച്ച് എത്തുന്നുണ്ട്. അങ്ങനെ കാർ ഓടിച്ചെത്തിയ കണ്ണനാണെങ്കിൽ അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആദ്യം കണ്ണേട്ടൻ പോവണ്ട എന്നുള്ള രീതിയിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എങ്കിൽ നീ പൊക്കോ, നീ പോയിട്ട് അവരെ ഒന്ന് അഭിനയിച്ചിട്ട് നീ കാണിച്ചിട്ട് വാ, കാരണം ഞാൻ മരിച്ചിട്ടില്ല എന്ന് അവരുടെ അറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എനിക്കിവിടെ ഇരുന്ന് തന്നെ കാണണം മഹാലക്ഷ്മി എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. ആരാ ഈ കോളിംഗ് ബെൽ അടിക്കുന്നതെന്നുള്ള രീതിയിൽ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയോട് പറയുന്നുണ്ട്, ചിലപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവന്നതായിരിക്കും, നമുക്ക് എന്തായാലും നോക്കാൻ പോയിട്ട് വാ ഉണ്ണിയിട്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ണിയും പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഉണ്ണിക്കാണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല, കാരണം ഉണ്ണിക്കറിയാം എന്തെങ്കിലുമൊക്കെ നടക്കാതിരിക്കും, കാരണം എപ്പോഴും അവർക്ക് തന്നെയാണ് വിജയം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഉണ്ണിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ളവർക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ദുർഗയൊക്കെ പിടിച്ച് എണീപ്പിച്ച് നമ്മുടെ കരുണയാണെങ്കിൽ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്ന ഉടൻ തന്നെ നമ്മളെ ദുർഗ കാണുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയെ കണ്ട ഉടൻ തന്നെ, എന്താടി എൻ്റെ മകൻ എവിടെ പോയി, നീ അവനെ കൊന്നോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ദുർഗ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതേ സമയമാണെങ്കിൽ നമ്മുടെ കരുണയും മേഘനാഥനൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്താടി നീനക്ക് സമാധാനമായോ, അന്നേ ഞങ്ങളെല്ലാവരും പറഞ്ഞതാ അവനെ എവിടെയും കൊണ്ടുപോകണ്ട, അവൻ ഇവിടെ ഇരുന്നോട്ടെ, മലയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കാല് വയ്യാത്ത ഒരാളല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്, അതൊന്നും കുഴപ്പമില്ല, ഇപ്പം എന്തായി, അവനിവിടെ മരിച്ചില്ലേടി നീ കാരണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ മേഘനാഥനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല മേഘനാഥൻ ആ വീട്ടിലുള്ളത് തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണനാണെങ്കിൽ എന്താ കയറി വരുന്നുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല അമ്മേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ
പറഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ നമ്മുടെ മേഘനാഥനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിത്തേച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. അതിന് നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് കണ്ണൻ പറയുന്നത്, ഞാൻ മരിച്ചിട്ടില്ല, ആരും അവളെ കുറ്റമൊന്നും പറയണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കയറി വരികയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ മേഘനാഥനോട് പറയുന്നുണ്ട്, നീ എന്താടാ ഇവിടെ, ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, നിന്നോട് ആരാണ് ഈ വീട്ടിലോട്ട് കയറി വരാൻ പറഞ്ഞത്, ഞാനില്ലാത്ത നേരം എൻ്റെ വീട്ടിൽ കയറി അഴിഞ്ഞാടാൻ നിനക്ക് നാണമില്ലേടാ, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, എന്നിട്ടും വലിഞ്ഞു കയറി വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥനെ വലിയ രീതിക്ക് തന്നെ അപമാനിക്കുകയാണ് കണ്ണനാണെങ്കിൽ. ഇപ്പം തന്നെ ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ വിചാരിച്ചത്, നീ എന്നെ കുറേ ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ വിട്ടാൽ ഞാനതൊന്നും അറിയില്ല, ഞാനാണ് മരിച്ചത് എന്നാണോ നീ വിചാരിച്ചത്, എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി മേഘനാഥ, ഞാനല്ല മരിച്ചത്, നീ വിട്ട ആ 3 ഗുണ്ടകളിൽ 2 പേരാണ് മരിച്ചേക്കുന്നത്, പിന്നെ ഒരാൾ ആശുപത്രിയിലുണ്ട്, സാഗറിനും ഞങ്ങൾക്കും ആർക്കും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, മാർക്ക് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണനാണെങ്കിൽ മഹയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.